കട്ടപ്പനയിലെ സാബുവിൻ്റെ ആത്മഹത്യ അത് കേരളത്തെ വേദനപ്പെടുത്തി. 24 ലക്ഷം രൂപ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച മനുഷ്യൻ ആ പണം കിട്ടാതെ വിഷമിച്ചു. പണം വാങ്ങിച്ചെടുത്ത് ഡിപ്പോസിറ്റ് ചെയ്തവരെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിനെ അപമാനിച്ചു. അദ്ദേഹം പണം കടം ചോദിക്കാൻ ചെന്ന വ്യക്തിയല്ല. വർഷങ്ങളായിട്ട് അവിടെ നിക്ഷേപിച്ച പണം, അതിൻ്റെ പലിശ, അതിൻ്റെ മുതൽ കിട്ടാതെ നടക്കുന്ന വ്യക്തിയാണ്. 24 ലക്ഷത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് കയറി ഇറങ്ങി നടന്ന് 9 ലക്ഷം രൂപ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി 15 ലക്ഷം രൂപ കൊടുക്കണം. ചികിത്സയ്ക്ക് വേണ്ടി പണം വേണം. തൻ്റെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട്. കട്ടപ്പനയിലെ ചെറിയൊരു കട നടത്തുന്ന വ്യക്തിയാണ്, വെറൈറ്റി എന്ന ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് സാബു തോമസ്. കട്ടപ്പനയിലെ CPM ഏരിയ സെക്രട്ടറി VR സജി ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആ പൈസ നിക്ഷേപിച്ചത്. അദ്ദേഹത്തിന് കൂടെ ബന്ധപ്പെടും. പണം വാങ്ങിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കാതെ വിളിക്കുന്ന ആളെ അവഹേളിക്കുന്ന സ്വഭാവം VR സജിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും ഉണ്ട്. പാർട്ടിയുടെ ഹുങ്കും അഹങ്കാരം രണ്ടുപേർക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം ചോദിക്കുമ്പോൾ മറ്റു ചില വർത്തമാനങ്ങളാണ് പറയുന്നത്. അതിൽ ചിലത് ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. അത് റെക്കോർഡ് ചെയ്തിരുന്നു. നിനക്കൊരു പണി വെച്ചിട്ടുണ്ട്, നിനക്ക് പണി എന്താണെന്ന് അറിയില്ല എന്നൊരു ഭീഷണിയുടെ സ്വരമായിരുന്നു അത്. മരിച്ച അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത സാബു തോമസിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ആ കാര്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. സൂയിസൈഡൽ നോട്ടുണ്ടായിരുന്നു. തന്നെ വേദനപ്പെടുത്തി അവഹേളിച്ചത്, തനിക്ക് പണം ലഭിക്കാതെ വന്നതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പരാതികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സാബുവിന് പണി അറിയില്ല എന്ന് അദ്ദേഹം മൊബൈലിൽ കൂടെ പറയുന്ന റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണി നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്ന ഭീഷണിയുടെ സ്വരം വന്നു കഴിഞ്ഞു. 506(2) വകുപ്പ് ഒഫൻസായി. അത് 506(2) ഇന്ത്യൻ പീനൽ കോഡിലുള്ളത് ഇപ്പം BNS-ൽ 351 പ്രകാരം കുറ്റക്കാരനാണ്. ആ 2 ജീവനക്കാർ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി. പണം ചോദിക്കുമ്പോൾ ഭീഷണിയായിരുന്നു. അവർ രണ്ടുപേരും കുറ്റക്കാരാണ്. അത് ഒരാൾ അവിടുത്തെ തന്നെ ജീവനക്കാരൻ ബിനോയി പണം ചോദിച്ച് ബാങ്കിൽ ചെന്നപ്പോൾ പിടിച്ച് തള്ളി അവഹേളിച്ചു. സാധാരണ CPM-കാർ പറയുന്ന പോലെ തന്നെ ഞങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ജീവനക്കാരി വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു, അവഹേളിച്ചു. അവരെ രണ്ടുപേരെയും ഈ കേസിനകത്ത് പ്രതിയാക്കേണ്ടി വരും. ഇതിന് തീർച്ചയായിട്ടും ഒരു ആത്മഹത്യാ പ്രേരണ തന്നെ. നിവൃത്തിയില്ല, സാമ്പത്തികമായി തകർന്നു, പണം ചോദിച്ചാൽ തരുന്നില്ല, ഓഫീസിൽ പണം ചോദിക്കാൻ ചിലപ്പോൾ അവഹേളിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു ഭീഷണി തന്നെയാണ്. അദ്ദേഹത്തിനെ മരണത്തിലേക്ക് നയിച്ചത് ആ ഭീഷണിയാണ്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചൊരു അന്വേഷണം കട്ടപ്പന പോലീസ് നടത്തുകയാണ്. ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് അന്വേഷണം പ്രഖ്യാപിച്ചു. കട്ടപ്പനയിൽ ഇപ്പം DYSPക്ക് വരെ ASP ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ കട്ടപ്പന ഇൻസ്പെക്ടർ TC മുരുകൻ, തങ്കമണിയിലെ ഇൻസ്പെക്ടർ AB, അവരുടെ സബ് ഇൻസ്പെക്ടർമാരും ചേർന്ന് 9 അംഗ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നവർ കൃത്യമായി ഇതിനായിട്ട് വകുപ്പുകൾ ചേർക്കണം. രാഷ്ട്രീയപരമായ സ്വാധീനം അവരിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്കറിയാം നമ്മുടെ കണ്ണൂരിലുണ്ടായ സംഭവം, ADM-ൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്ന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത പാർട്ടിക്കാർ പറയുന്നു. പക്ഷേ അതൊരു കൊലപാതകമാണെന്ന് വീട്ടുകാർ പറയുന്നു. അതിനകത്ത് ഉള്ള വകുപ്പുകൾ ഇനി മാറേണ്ടിയിരിക്കുന്നു. ഇപ്പം അവിടെ 306 ആണ് അവർ ഇന്ത്യൻ പീനൽ കോഡ് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അത്
BNS പുതിയ നിയമപ്രകാരം 108 അതിലേക്ക് ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. നമ്മൾ കണ്ടു. ആ വകുപ്പിൽ ആ കാര്യം ഒതുങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതായാലും അവരും ഇതുപോലെ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു, നിനക്കൊരു പണി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. 2 ദിവസത്തിനകം നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ സാബുവിന് പണി അറിയില്ല, സാബു തോമസിന് പണി മനസ്സിലാക്കി നിനക്ക് തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫോൺ പിടിച്ചെടുക്കണം. അവിടുത്തെ ജീവനക്കാരെ ലേഡിയുടെയും അതുപോലെ ബിനോയിയുടെയും 3 പേരുടെയും ഫോൺ പിടിച്ചെടുക്കണം. IT ആക്ട് 76 അനുസരിച്ച് പോലീസ് അത് എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കണം. അത് എറേസ് ചെയ്യാനും അതിനകത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. ചെയ്തിട്ടുണ്ടെങ്കിലും പേടിക്കേണ്ട, അത് റിട്രീവ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ 174 CRPC പ്രകാരമാണ് സൂയിസൈഡ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് BNS പ്രകാരം 194 എന്ന വകുപ്പിലേക്ക് മാറി. ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്, പണം കൊടുക്കാതിരിക്കാനും അയാളെ ഭീഷണിപ്പെടുത്താനും. ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശശിയും അതുപോലെ തന്നെ 2 ജീവനക്കാരും, അവർക്ക് 120B തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്യും. ക്രിമിനൽ കോൺസ്പിറസിയാണത്. 61(1) BNS പ്രകാരം അവരും 120B കുറ്റം ചെയ്തിട്ടുണ്ട്. 306 തീർച്ചയായിട്ടും അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, 108 BNS പ്രകാരം ഇടേണ്ടി വരും. പിന്നെ ഒരു പണി കൊടുത്തിട്ടുള്ളത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഒരു കൊലപാതകം, നിന്നെ തകർത്തുകളെയും തീർത്തുകളെയും 308 IPC വന്നു കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ 110 BNS ഇടണം അതിനകത്ത്. ജീവനക്കാരുടെ ഭീഷണിയുണ്ട്, അത് 506(2), അത് 351 BNS പ്രകാരം അതും ക്രിമിനൽ ഇൻറ്റിമിഡേഷനാണ്. എന്തായാലും ഇതേ രീതിയിലുള്ള വകുപ്പുകൾ ഇട്ടാൽ അന്വേഷണം ഫെയറായിട്ട് മുന്നോട്ട് പോയി എന്ന് പറയണം. അതിനകത്ത് രാഷ്ട്രീയം ചേർക്കരുത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളം കുടിക്കും. കാരണം ADMൻ്റെ മരണത്തിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാതിരിക്കാനും അവിടെ പാർട്ടിയോട് വിധേയത്വം കാണിച്ച സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരായിട്ട് ആരോപണം വന്നു കഴിഞ്ഞു. അത് CBIക്ക് കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതിയിലെ ADMൻ്റെ ഭാര്യ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് കോടതിയുടെ ഉത്തരവ് പ്രതീക്ഷിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ ഒരു സാഹചര്യം തന്നെയാണ് കട്ടപ്പനയിലും ഉണ്ടായിരിക്കുന്നത്. സാബു തോമസിൻ്റെ ആത്മഹത്യ തീർച്ചയായിട്ടും അതേ സാഹചര്യം തന്നെയാണ്. അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിൻ്റെ തുടങ്ങും അവിടെ നിയമവകുപ്പുകൾ. കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് മുന്നിൽ അവർ ഓഫീസിനകത്ത് കയറി രാവിലെ 7 മണിക്ക് ആണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടും പോക്കറ്റിലുണ്ട്. ഇതിക്കുള്ള എവിഡൻസ് ആവശ്യമില്ല. അന്വേഷണ സംഘം കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിക്കണം. ഇത് ഞാൻ പറഞ്ഞ വകുപ്പുകളെല്ലാം അതിനകത്ത് ഉണ്ടാവും എന്ന് കരുതുന്നു. കാരണം അതൊക്കെ ഈ കേസ് നമ്മൾ നോക്കി മനസ്സിലാക്കുമ്പോൾ ഈ രീതിയിലുള്ള വകുപ്പുകളെല്ലാം വന്നു. ജീവനക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടുത്തെ CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറി VR സജിയെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനൊന്നും അമാന്തിക്കരുത് പോലീസ്. കുറ്റം ചെയ്യുന്നവരെ നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അത് പാർട്ടിയുടെ വിധേയത്തോ ജാതിയുടെ മതത്തിൻ്റെ വിധേയത്തോ ഉണ്ടെങ്കിലും അതൊക്കെ പരിഗണിക്കേണ്ട ഒരു ആവശ്യം അവിടുത്തെ SPക്കോ അവിടുത്തെ ASPക്കോ അല്ലെങ്കിൽ ആ 2 ഇൻസ്പെക്ടർമാർക്കോ ഇല്ല. അതുകൊണ്ട് കൃത്യമായി ഇതെല്ലാം വകുപ്പുകൾ ചേർത്ത് അവരവരുടെ ജോലി നിർവഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.